കിഴക്കിന്റെ വെനീസ് കിഴക്കിന്റെ വെനീസിലേക്ക് എത്തുന്ന സഞ്ചാരികൾ സാധാരണ പോകാത്ത മനോഹരമായ ബീച്ചുകൾ നിരവധിയുണ്ട്. എവിടെ? ആലപ്പുഴയിൽ. അപ്പോൾ നമുക്കറിയാം ബീച്ചുകളിലെല്ലാം നല്ല തിരക്കായിരിക്കും, സ്വാഭാവികമാണത്. എത്ര തിരക്കാണെങ്കിലും ബീച്ചുകൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാണ്. അവിടേക്ക് നമ്മൾ ആവർത്തിച്ച് പോവുകയും ചെയ്യും. അവിടെ തീരിടുന്ന ആൾക്കാരുണ്ടാവും, മറ്റ് കാഴ്ചകൾ കാണുന്ന ആൾക്കാരുണ്ടാവും, കടലിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും, അവിടെയുള്ള നല്ല രസകരമായ വിഭവങ്ങൾ നുണയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് അവിടെ കാണാം. എന്നാൽ വലിയ തിരക്കില്ലാത്ത മനോഹരമായ ബീച്ച് അങ്ങനെ ഉണ്ടെങ്കിലോ അത് പൊളിയായിരിക്കും അല്ലേ? സമാധാന അന്തരീക്ഷത്തിൽ കുടുംബത്തോടൊപ്പമൊക്കെ കുറച്ചധികം സമയം ചെലവഴിക്കാൻ പറ്റുന്ന ബീച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോകാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ടാകും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പോകാനായുള്ള ഒരു പ്രത്യേക ഇടമുണ്ട്. നമ്മുടെ എസ് ശ്യാംകുമാർ ഒരു സ്ഥലം പരിചയപ്പെടുത്തുകയാണ്. ആദ്യ റൈഡിലേക്ക് പോകുന്നു. ആലപ്പുഴയിലെ ചെറു ബീച്ചുകളിലേക്ക് ശ്യാം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് കായൽ കാഴ്ചകൾ കാണാനും കടൽ തീരത്ത് സമയം ചെലവഴിക്കാനുമാണ്. പ്രധാന ബീച്ചായ ആലപ്പുഴയിൽ ജനത്തിരക്കേറുമ്പോൾ സഞ്ചാരികൾക്ക് സുരക്ഷിതമായി വരാവുന്ന ഒരുപിടി ചെറു ബീച്ചുകളുണ്ട് ആലപ്പുഴയിൽ. ആ ബീച്ചുകളിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. കടലും കായലും പച്ചപ്പും നിറഞ്ഞു തുളുമ്പുന്ന ആലപ്പുഴയിൽ സഞ്ചാരികളാൽ അധികം അറിയപ്പെടാതെ കിടക്കുന്ന ബീച്ചുകൾ നിരവധിയാണ്. ആലപ്പുഴയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ എല്ലാവരും ആലപ്പുഴ ബീച്ചിലേക്ക് പോകുമ്പോൾ തിരക്കിൽ നിന്നകന്ന് നാട്ടുകാർ പ്രധാനമായും എത്തുന്നത് ഇത്തരം ലോക്കൽ ബീച്ചുകളിലേക്കാണ്. തിരക്കില്ലാതെ സുരക്ഷിതവും സമാധാനവുമായി സമയം ചിലവഴിക്കാമെന്നുള്ളതാണ് ഈ ബീച്ചുകളുടെ പ്രത്യേകത. ആലപ്പുഴയിലെ പ്രധാന ബീച്ചിൽ നിന്ന് ഹൈവേയിലൂടെയോ തീരദേശ റോഡിലൂടെയോ യാത്ര ചെയ്താൽ 5 കിലോമീറ്റർ കഴിയുമ്പോൾ ചെട്ടിക്കാട് ബീച്ചിലെത്താം. ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കില്ലാത്ത തീരം. പ്രധാനമായും പ്രദേശവാസികളാണ് ഇങ്ങോട്ടെത്തുന്നത്. ബീച്ചിന് സമാന്തരമായി കിടക്കുന്ന റോഡിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ തൊട്ടടുത്ത് തന്നെ ഓമനപ്പുഴ ബീച്ചുണ്ട്. അവിടെയും വിശാലമായ ബീച്ചിൽ പന്ത് തട്ടി കളിക്കാനും കുടുംബവുമായി സമയം ചിലവഴിക്കാനും സാഹചര്യമുണ്ട്. ശനിയും ഞായറുമാണ് ഇത്തരം ബീച്ചുകളിലേക്ക് പ്രദേശവാസികൾ ഉൾപ്പെടെ കൂടുതലായി എത്തുന്നത്. ആലപ്പുഴ ബീച്ചിലെ പതിവ് കാഴ്ചകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കണമെന്ന് തോന്നിയാൽ ധൈര്യമായി പോകാവുന്ന സ്ഥലങ്ങളാണ് ചെട്ടിക്കാടും ഓമനപ്പുഴയും അടക്കമുള്ള ബീച്ചുകൾ. അതിനേക്കാളും സുന്ദരമാണ് തൊട്ടടുത്ത് കിടക്കുന്ന മാരാരിക്കുളം ബീച്ച്. ഒന്ന് വന്നു പോകേണ്ട ബീച്ച് തന്നെ. ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളടക്കം ഇപ്പോൾ കൂടുതലായി എത്തുന്നത് മാരാരി ബീച്ചിലേക്കാണ്. ആലപ്പുഴ മാരാരി ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലാ ഫോറിനേഴ്സിനും സുഖമായിട്ട് ഇവിടെ വരാം, വന്ന് പോകാം. ഒരു ലോക്കൽസോ അല്ലെങ്കിൽ പിടിച്ചുപറിയോ അങ്ങനെയുള്ളൊരു വിഷയമില്ല. പോലീസിൻ്റെ 24 മണിക്കൂർ സംരക്ഷണമുണ്ട്. ആർക്ക് വേണേലും വരാം, ആടാം, പാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം ആലപ്പുഴ മാരാരി ബീച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ ടൂറിസ്റ്റുകൾ നമ്മൾ പറയുമ്പോഴും അങ്ങനെ പറയത്തുള്ളൂ, നിങ്ങൾ വരുവീൻ, വന്നിട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിറയെ തെങ്ങും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു അന്തരീക്ഷം. ബീച്ചിന്റെ സവിശേഷതകൾ കേട്ടറിഞ്ഞ നിരവധി പേരാണിപ്പോൾ ഇങ്ങോട്ടെത്തുന്നത്. മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ കൂടുതലുണ്ട്. നമുക്ക് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കുടുംബത്തോടെ വന്ന് സന്തോഷത്തോടെ വന്നിരിക്കാൻ പറ്റിയ ബീച്ചാണ്.
ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ഇത്തരം ബീച്ചുകളെക്കുറിച്ച് അറിവുണ്ടോ എന്നറിയില്ല. പക്ഷേ സഞ്ചാരികൾ തപ്പിപ്പിടിച്ചു തന്നെ ഇങ്ങനെയുള്ള ബീച്ചുകളിലേക്ക് എത്തുന്നുണ്ട്. ഇത്തരം ബീച്ചുകൾ കേന്ദ്രീകരിച്ച് നിരവധി ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞു. പ്രദേശവാസികൾക്ക് കൃത്യമായി ഒരു വരുമാനം ലഭിക്കുന്ന ഇടങ്ങളായി ബീച്ചുകൾ മാറിയതിനാൽ ബീച്ചിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഇപ്പോൾ നാട്ടുകാരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. സ്ഥിരം ടൂറിസം മേഖലകൾ വിട്ട് സഞ്ചാരികൾ പുതുയിടങ്ങൾ തേടുമ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കാനായാൽ അത് പ്രാദേശിക ടൂറിസം രംഗത്തിനും വലിയ നേട്ടമാകുമുണ്ടാകുക. ഷിബിൻ ബഷീറിനൊപ്പം എസ് ശ്യാംകുമാർ, 24 ആലപ്പുഴ. അപ്പോൾ അടിപൊളിയാണ്. ആലപ്പുഴയിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്, നല്ല ഇടങ്ങളുണ്ട്. അതിലേക്കാണ് പുതിയ ഇത്തരം ചെറു ബീച്ചുകൾ കൂടി ഉണ്ട്. അവിടെ വലിയ തിരക്കില്ല. എപ്പോൾ പോയി കഴിഞ്ഞാലും നല്ല നല്ല കാഴ്ചകൾ കാണാം. നല്ല അടിപൊളി വൈബാണ് എന്നാണ് ശ്യാംകുമാർ ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ കാണിച്ചത്.